നന്ദിയുണ്ടോ ലാറി നന്ദിയുണ്ടോ നിനക്ക് ആളട്ടൻ ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കാം ഞാൻ ഭ്രാന്തനായിപ്പാ കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ് നന്ദിയുണ്ടോ ലാറി നന്ദിയുണ്ടോ നിനക്ക് പിന്നെ ആളട്ടനെ ആർക്കും വേണ്ട ആളട്ടൻ ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട അവന്റെ തിയേറ്റർ ഇങ്ങനെ ഫേമസ് ആയതാ എന്റെ റിവ്യൂ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോ എന്താ പറയാ റിവ്യൂ പറഞ്ഞ പൈസ വല്ലതും കിട്ടും, സത്യത്തിൽ കിട്ടുമോ അത് പറയും. ഇല്ലെന്ന് റിവ്യൂ പറയുമ്പോ ഒറ്റ പൈസ തരാറില്ല ആരും. പിന്നെ നമ്മൾ ഇതിനോട് വലിയ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതെന്ന് അറിയാമോ? നമ്മളിപ്പോ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറാണ്, ശരിക്കും നടനാണ്. അത് നടൻ എന്ന രീതിയിൽ അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ റിവ്യൂസിലൊക്കെ വന്ന അത്യാവശ്യം പബ്ലിസിറ്റി ഉണ്ട്. ഇനിയിപ്പം നമ്മൾ നാളെ റിവ്യൂ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ വനിതാ തിയേറ്റർ ഫേമസ് ആയത് ഈ ഞാൻ സന്തോഷ് വർക്കിങ് കാരണം. പക്ഷെ അത് പല രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോ പലപ്പോഴും ഉണ്ടോ ഇല്ലല്ലോ. പിന്നെ നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ ഇറക്കി വിടാൻ ആർക്കും പറ്റില്ല, സിനിമ കാണില്ലെന്ന് ആർക്കും പറയാമല്ലോ. എന്നാലിപ്പോൾ കേസ് കൊടുത്ത് ഞാൻ തിയേറ്ററിൻ്റെ ഓണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും പടം പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ വരും. അല്ലാണ്ട് നമുക്ക് ആരോടൊന്നും ദേഷ്യമൊന്നുമില്ല. നമ്മൾ റിവ്യൂ വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ, നമുക്ക് ചാനലുണ്ടാകുമ്പോൾ നമുക്ക് അശ്വിൻ ഗോക്കിനെ പോലെ ഒരു റിവ്യൂ പറഞ്ഞാൽ മതി, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ നാളെ നമുക്ക് അക്കഡീഷണുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം പൊന്മാൻ്റെ റിവ്യൂ സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ ഒരു ജാതകത്തിൻ്റെ റിവ്യൂ എടുത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ എടുക്കണ്ടായി, അത് വിളിച്ചിട്ട് വന്ന് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പടങ്ങൾക്ക് വന്നത് ചെയ്യും. ഓക്കെ. ഹെൽമെറ്റ് വനിതാ തിയേറ്ററിൽ തന്നെ എന്താ വനിതാ തിയേറ്റർ എന്താണ് പുള്ളിയുടെ മുകളിൽ അത്രയും പേര് വലിയ തിയേറ്ററല്ലേ, പടം കാണാൻ ആർക്കും പറ്റും. ഓക്കെ ശരി. രാവിലെ ജോലി ഉപേക്ഷിച്ചു. അപ്പൊ